ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. ഉത്തരം വിക്രം സാരാഭായ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം. ഉത്തരം 1972 ജൂൺ മാസം. മൂന്നാമത്തെ ചോദ്യം, ISRO നിലവിൽ വന്ന വർഷം. ISRO നിലവിൽ വന്ന വർഷം. ഉത്തരം 1969 ജൂൺ 15. നാലാമത്തെ ചോദ്യം, ISROയുടെ ആസ്ഥാനം. ISROയുടെ ആസ്ഥാനം. ഉത്തരം ബാംഗ്ലൂർ. അഞ്ചാമത്തെ ചോദ്യം, ISROയുടെ ആസ്ഥാന മന്ദിരം എന്നറിയപ്പെടുന്നത്. ISROയുടെ ആസ്ഥാന മന്ദിരം എന്നറിയപ്പെടുന്നത്. ഉത്തരം അന്തരീക്ഷ ഭവൻ. ആറാമത്തെ ചോദ്യം, ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ്. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ്. ഉത്തരം നൈക് അപ്പാച്ചെ. ഏഴാമത്തെ ചോദ്യം, ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. ഉത്തരം രാകേഷ് ശർമ്മ. എട്ടാമത്തെ ചോദ്യം, രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയ വർഷം. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയ വർഷം. ഉത്തരം 1984. ഒൻപതാമത്തെ ചോദ്യം, രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വാഹനം. രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വാഹനം. ഉത്തരം സോയൂസ് T-11. പത്താമത്തെ ചോദ്യം, ഏതു രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യ സോയൂസ് T-11 നിർമ്മിച്ചത്? ഏതു രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യ സോയൂസ് T-11 നിർമ്മിച്ചത്? ഉത്തരം റഷ്യ. 11ാമത്തെ ചോദ്യം, ബഹിരാകാശത്ത് എത്തിയ എത്രാമത്തെ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ? ബഹിരാകാശത്ത് എത്തിയ എത്രാമത്തെ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ? ഉത്തരം 138. 12ാമത്തെ ചോദ്യം, സമുദ്ര പഠനങ്ങൾക്കുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം. സമുദ്ര പഠനങ്ങൾക്കുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം. ഉത്തരം ഓഷ്യൻ സാറ്റ് 1. 13ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത്. ഉത്തരം ശ്രീഹരിക്കോട്ട. 14ാമത്തെ ചോദ്യം, ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ആന്ധ്രാപ്രദേശ്. 15ാമത്തെ ചോദ്യം, പുലിക്കട്ട് തടാകത്തെയും ബംഗാൾ ഉൾക്കടലിനെയും വേർതിരിക്കുന്നത്. പുലിക്കട്ട് തടാകത്തെയും ബംഗാൾ ഉൾക്കടലിനെയും വേർതിരിക്കുന്നത്. ഉത്തരം ശ്രീഹരിക്കോട്ട.